അപ്പോൾ അതിന് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിച്ചവരെയും ഞാനടങ്ങുന്ന നാടകവേദിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവരെയും അതിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇന്ന് ലോക നാടക ദിനം ആണ്. ഗ്രീക്കിലെ ഒരു നാടകകൃത്തായിട്ടുള്ള തിയോഡോറസ് ടെർസോപൗലോസ് ആണ് ഇത്തവണ സന്ദേശത്തിനായി ഇൻ്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനത് ചെറിയൊരു സന്ദേശമാണ്, എന്തായാലും അത് വായിക്കണം. കാരണം ഇന്നത്തെ ദിവസം ഈ ലോകനാടക ദിനത്തിനൊന്ന് ആ സന്ദേശം വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻ്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ITI ആഹ്വാനം അനുസരിച്ച് 100ഓളം വരുന്ന അംഗരാഷ്ട്രങ്ങൾ 1962 മുതൽ ലോകനാടക ദിനം, വേൾഡ് തിയേറ്റർ ഡേ ആഘോഷപൂർവ്വം കൊണ്ടാടി വരുന്നു. അന്നേ ദിവസം ITIയുടെ ക്ഷണം സ്വീകരിച്ച് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഏതെങ്കിലും ഒരു നാടക പ്രതിഭ നൽകുന്ന ലോക നാടക ദിന സന്ദേശം അരങ്ങിലെ പരിപാടികളുടെ ആരംഭത്തിൽ തന്നെ വായിക്കുക പതിവാണ്. ഇതര പ്രചരണ മാധ്യമങ്ങളും ഈ സന്ദേശം പ്രചരിപ്പിക്കേണ്ടതാണ് എന്ന് ITI നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തവണ ലോക നാടക ദിന സന്ദേശം നൽകിയിരിക്കുന്നത് അന്തർദേശീയ പ്രശസ്തി ആർജിച്ച ഗ്രീക്ക് നാടകൃത്തും സംവിധായകനും ആറ്റിസ് തിയേറ്റർ കമ്പനിയുടെ സ്ഥാപക ഡയറക്ടറും തിയേറ്റർ ഒളിമ്പിക്സിൻ്റെ പ്രചോദകനും അതിൻ്റെ അന്തർദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷനുമായ തിയോഡോറസ് ടെർസോപൗലോസ് ആണ്. ലോകനാടക ദിന സന്ദേശം സ്പീഡിൽ വായിക്കാം. നാം ജീവിക്കുന്ന കാലദേശ പരിസരങ്ങളിൽ യന്ത്ര നിയന്ത്രിത ഭാവനകളിലും മടുപ്പിക്കുന്ന സ്വകാര്യതയിലും മുഴുകി സർവാധിപത്യ നീരാളിപ്പിടുത്തത്തിൽ നിലയറ്റ് നിറംകെട്ട ജീവിതങ്ങളുടെ ആർത്തനാദങ്ങളും ജീവൻ രക്ഷാരോധനങ്ങളും നമ്മുടെ അരങ്ങുകൾ കേൾക്കുന്നുണ്ടോ? ചോദ്യമാണ്, ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹൈടെക്കിൻ്റെ കാലമാണ്, അതാണ് അത് ഉദ്ദേശിച്ചത്. പാരിസ്ഥിതിക വിനാശങ്ങളെക്കുറിച്ചോ ആഗോള താപനത്തെക്കുറിച്ചോ ജൈവ വൈവിധ്യ വിനാശങ്ങൾ, സമുദ്ര പ്രദോഷണം, ഹിമപാതം, കാട്ടുതീ, മറ്റു പ്രകൃതി ദുരന്തങ്ങൾ ഇത്യാദികളെക്കുറിച്ചോ അരങ്ങിൻ്റെ അധിപർ ആകുല ചിത്തരാണോ? പ്രകൃതി വ്യവസ്ഥകളിൽ അരങ്ങിൻ്റെ സാന്നിധ്യം സാധ്യമാണോ? ഗ്രഹ ഭൗമ വ്യവസ്ഥകൾക്ക് മേലുള്ള മനുഷ്യൻ്റെ സ്വാധീനം കാലങ്ങളായി നിരീക്ഷിക്കുന്ന കൂട്ടത്തിൽ അരങ്ങുണ്ട്. പക്ഷേ അത് ദുഷ്കരമാണെന്ന് തിരിച്ചറിയുന്നു. രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യം വെച്ച് മനുഷ്യനെ സ്വാധീനിക്കുകയും അഭിപ്രായ രൂപീകരണം നടത്തുകയും ചെയ്യുന്ന മാധ്യമ ശൃംഖലകൾ പ്രവർത്തിക്കുന്ന 21ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ? സാമൂഹ്യ മാധ്യമങ്ങൾ എത്രമാത്രം ഊഹങ്ങളും ഉപചാപനങ്ങളും പ്രയോഗിക്കുന്നുവോ അത്രയും ഒഴികഴിവുകൾ പറഞ്ഞ് അകലം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാപനശേഷിയുള്ള ഒരു തരം ഭയം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും അടക്കി ഭരിക്കുന്നു. അപരിചിതർ, അതിഥികൾ, എന്തെങ്കിലും പ്രത്യേകത ഉള്ളവർ എന്നിവരുടെ കാര്യത്തിൽ ഈ ഭയം സമൂഹ ശരീരത്തിലെ രക്തം പൊടിയുന്ന ക്ഷതമാണ്. ഈ ഭയം വിസ്മരിച്ച് വിശ്വാസ്യതയുള്ള സഹവർത്തിത്വം സാധ്യമാക്കാനുള്ള ശില്പശാലകളായി അരങ്ങിന് പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഈ ഭയം വിസ്മരിച്ച് വിശ്വാസ്യതയുള്ള സഹവർത്തിത്വം സാധ്യമാക്കാനുള്ള ശില്പശാലയായി അരങ്ങിന് പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഈ ക്ഷതങ്ങൾ പുരാവൃത്തങ്ങളെ പുതുക്കിപ്പണിയാൻ നമ്മെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഹെയ്നർ മുള്ളറുടെ വാക്കുകളിൽ പുരാവൃത്തം ഒരു ശക്തി സംഗ്രഹമാണ്. പുതിയതും വ്യത്യസ്തവുമായ മറ്റു യന്ത്രങ്ങൾ ഏതു സമയത്തും കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു യന്ത്രം. ഇതിൽ നിന്നും മുഴുവൻ ശക്തിയും കടത്തിക്കൊണ്ടുപോയി സാംസ്കാരിക രംഗത്തെ പാടെ തകർക്കാനും കഴിയും. പിന്നെ തലവെക്കുന്നത് കാടത്തം ആയിരിക്കും. അരങ്ങിലെ സ്പോട്ട്ലൈറ്റുകൾക്ക് ഈ സാമൂഹ്യ വിപത്തുകളെ തിരിച്ചറിയും വിധം പ്രകാശിപ്പിക്കാനും വഴിതെറ്റിക്കും വിധമുള്ള കാഴ്ച തമസ്കരിക്കാനും കഴിയില്ലേ? ശരിയായ ഉത്തരമാണെങ്കിലും സമ്മതിച്ചു തരാതെ വീണ്ടും ചോദ്യങ്ങളുമായി അരങ്ങ് എന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഉത്തരമില്ലാ ചോദ്യങ്ങളെ നന്ദി. ഡയോനിസസ് തൊടുത്തുവിട്ട ചോദ്യങ്ങളുമായി ജന്മദേശവും കടന്ന്
പുരാതന അരങ്ങിലെ വാദ്യവൃന്ദത്തിൻ്റെ നിശബ്ദമായ അഭയാർത്ഥി പ്രയാണം യുദ്ധഭൂമികളും താണ്ടി ഇന്ന് ലോകനാടക ദിനത്തിൽ നമുക്ക് മുന്നിൽ. ആ ഐശ്വര്യദേവതയുടെ ആഘോഷങ്ങളുടെ ആനന്ദാതിരേകത്തിൻ്റെ പുരാവൃത്തങ്ങളുടെയും അരങ്ങിൻ്റെയും അതിദേവതയുടെ കണ്ണുകളിലേക്ക് നോക്കൂ. ത്രികാലങ്ങളെ ഒന്നിപ്പിക്കുന്ന സിയൂസായും സെമെലെ ആയും ജന്മമെടുത്ത പുരുഷനായും സ്ത്രീയായും വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ തോതിപ്പിച്ച വിദ്വേഷവും വിനയവും ദിവ്യവും മൃഗീയവും ഉന്മാദിയും ഉത്പതിഷ്ണുവും ക്രമവും കലാപവും ഒടുവിൽ ജനിമൃതികൾക്കിടയിൽ അതിസാഹസിക അഭ്യാസവും എല്ലാം മനസ്സിലുണരും. എന്താണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത്? ഡയോനിസസിൻ്റെ ജീവിത തത്വശാസ്ത്രപരമായ ഈ ചോദ്യം സൃഷ്ടാവിനെ സകല ഇതിഹാസങ്ങളുടെയും ആഴങ്ങളിലേക്കും മനുഷ്യൻ എന്ന പ്രഹേളികയിലേക്കും ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണങ്ങളിലേക്കും കൊണ്ടെത്തിക്കുകയാണ്. ആദ്യ പിന്നിട്ടേക്ക് സമകാലത്ത് വൈകിയ വേളയിലെങ്കിലും ബഹുമുഖ സ്വച്ഛാധിപത്യത്തിൻ്റെ മറ പൊളിച്ച് പുറത്തു കിടക്കാൻ, ഓർമ്മകൾ പ്രബലമാക്കാൻ, പുതിയ ഗുണപാഠങ്ങളും രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങളും രൂപപ്പെടുത്താൻ നമുക്ക് പുതിയ ആഖ്യാന ശൈലി അനിവാര്യമാണ്. ഇതിൻ്റെ മലയാളം വിവർത്തനം ഗോപിനാഥ് കോഴിക്കോടാണ്, തിയോഡോറസ് കെഴ്സോപൗലോസ്. ഇത് ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇയോള ക്ലിപ്റ്റോ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇത്രയുമാണ് ഇന്നത്തെ വേൾഡ് തിയേറ്റർ മെസ്സേജ്. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. നമ്മൾ മിമിക്രി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മനുഷ്യരാശിക്ക് മുമ്പേ മൃഗങ്ങളും ജീവജാലങ്ങളും ശബ്ദങ്ങളും നാച്ചുറലായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളും നിലനിന്നു. അതിനുശേഷം ഇന്നലെയൊക്കെയാണ് മനുഷ്യരാശി ഇവിടെ ഉണ്ടായത്. അതിന് മുമ്പ് സർവ്വജീവജാലങ്ങളും ഉണ്ടായിരുന്നു. ഭാഷ ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യൻ രൂപപ്പെട്ടതിന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ശബ്ദങ്ങളിലൂടെയാണ്. ആനയെ കണ്ടു, സിംഹത്തെ കണ്ടു, അല്ലെങ്കിൽ വിശപ്പ്, ശബ്ദങ്ങളിലൂടെയാണ്. അപ്പോൾ ആക്ടിങ് എന്ന് പറയുന്നത് ആദ്യം മിമിക്രിയിൽ നിന്നാണ്, മൈമിൽ നിന്നാണ്. അങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ കുന്നിലേക്ക് വിളിച്ചു പറയാണ്, ഇവിടെ പന്നി ഇറങ്ങിയിട്ടുണ്ട്, സിംഹം ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സിംഹത്തെ കൊന്നു എന്നുള്ളത്. ഇത് ഞാൻ ലയൺ എന്ന് പറയാൻ പറ്റാത്തടത്ത് ലയൻ്റെ ശബ്ദം എടുത്തുകൊണ്ട് പിന്നെ കുന്തങ്ങനെ കയറി പോകുന്നത് കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഒട്ടും മോശമല്ല മിമിക്രിയും നാടകവും തമ്മിൽ ചേരുന്ന ഒരവസ്ഥയും. പിന്നെ നമ്മൾ ഈ നാടകത്തിനകത്ത് തന്നെ നമുക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ നിരത്തേണ്ടി വരും. ഇപ്പോൾ രാജാവായ ആൾ ചിലപ്പോൾ പ്രജയെ കളിയാക്കി പറയും. അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക് മിമിക്രിയാണ്. ദാസൻ്റെ അയാൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവൻ എങ്ങനെ വന്നിട്ട് അപ്പോൾ ഉടനെ അത് മിമിക്രിയുടെ എലമെന്റ് ഉപയോഗിച്ചിട്ടാണ്. കോഴി കൂവി അല്ലെങ്കിൽ ചാവലാട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഈ ആക്ടിങ്ങും ഇതും നമ്മൾ ചേരുന്നുണ്ട്. ഒരു നടനായിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഫിസിക്കലി ആൻഡ് മെൻ്റലി എല്ലാം ആമടായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ശബ്ദം അനുകരിക്കാൻ കൂടി പറ്റണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒട്ടും മോശമല്ല മാറ്റ് ഇന്നത്തെ ദിവസം നാടകക്കാരെയും കൂടി ചേർത്ത് പിടിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ നാടകം മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ അഭ്യാസങ്ങളൊക്കെ ഇവിടെ കേൾക്കാം. നാടകങ്ങളുടെ അകത്ത് 5000-10,000 പേരിൽ നിന്ന് കാണുന്ന നാടകവേദിയിൽ കാണാത്ത ചാനലുകാരാണ്. അവർ വന്നാൽ തന്നെ ചാനലുകാർ അധികം ഡാൻസിൻ്റെ പരിസരം 1-ാം വേദി എന്ന് പറഞ്ഞ് കിടന്ന് നടക്കും. സ്കൂൾ സ്റ്റേറ്റിൻ്റെ നാടകവേദിയിൽ നിൽക്കാൻ സ്ഥലമില്ല എന്ന് നമുക്കറിയാം. അത്രയ്ക്ക് വൈഡ് ആംഗിളിൽ നിന്നിട്ടാണ് നമ്മൾ സൂം ലെൻസ് വെച്ച് നോക്കേണ്ട അവസ്ഥയിലാണ്. ചിലപ്പോൾ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻ ഒന്നും കിട്ടില്ല, കാരണം അത്രയും പുറകിലായിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അത്തരം ചർച്ചകൾ തന്നെ ആവശ്യമാണ്. ഒരുപക്ഷെ പ്രകോപിപ്പിക്കാനായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ജീവിതമുള്ളിടത്തോളം, ജീവിതത്തിൻ്റെ സംഘർഷമുള്ളിടത്തോളം നാടകം ഉണ്ടാകുന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നാടകം ചെയ്യാൻ തയ്യാറ് നിൽക്കുന്നവരുടെ ഒരു പ്രശ്നം കിടക്കുന്നത് നമ്മൾ അതിനകത്ത് ഫേസിങ് ദ ഓഡിയൻസ് എന്ന് പറയുന്ന വളരെ ജൈവ കലയാണ് എന്നുള്ളതാണ്. ഓൺലൈനിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഓഫ്ലൈനിൽ വരുമ്പോഴാണ് വിവരറിയുക. ഫിലിമിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ദൃശ്യമാധ്യമമായതുകൊണ്ട് തന്നെയുള്ള അതിൻ്റെ ലിമിറ്റ് ഇതുണ്ട്. പക്ഷെ നാടകം ജൈവ കലയാണ്, നേരെ മുന്നിൽ വരും. അതും നമ്മൾ നഗരത്തിൽ ബുദ്ധിജീവികളുടെ അടുത്ത് കളിക്കുന്ന നാടകത്തെക്കാളും ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ കയ്യിലെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ലളിതവും സുന്ദരവും ശക്തവുമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ
അധികം എഴുത്തുമായി അറിയാത്ത ജനങ്ങളായിരിക്കും, അവർ നന്നായിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ താഴോട്ട് വരണം. ഞാനൊക്കെ പറയുന്നത്, ഞാനും ഗണേഷൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ബോൾസനും പറയുന്നത്. ഗ്രാസ് റൂട്ടിൽ വന്ന് കെട്ടിക്കാഴ്ചകളില്ലാതെ നമ്മൾ 100% അഭിനേതാക്കളെ 100% ജനങ്ങളുടെ മുമ്പിലേക്ക് ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നവർക്ക് എത്തണം. അത് എത്തും എന്നുള്ളത് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷം നന്നായിട്ട് നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം നാടകങ്ങൾ, സംരംഭങ്ങൾ, നാടക സംഘാടനവും നടക്കുന്നുണ്ട്. മാറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു.